സോ തേർഡ് മെത്തേഡാണ് ഫിൽട്രേഷൻ. പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള തേർഡ് മെത്തേഡാണ് ഫിൽട്രേഷൻ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റിലയബിൾ, എഫിഷ്യൻറ്റ് ആൻഡ് എക്കണോമിക് മെത്തേഡ്. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്, ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുന്നത്. ദെൻ മെയിൻലി 2 ടൈപ്പ് ഫിൽറ്റേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഫാബ്രിക് ഓർ ക്ലോത്ത് ഫിൽറ്റേഴ്സ്, സെക്കൻഡ് വൺ ഫൈബ്രസ് ഓർ ഡീപ്പ് ബെഡ് ഫിൽറ്റേഴ്സ്. ഫാബ്രിക് അല്ലെങ്കിൽ ക്ലോത്ത് ഫിൽറ്റേഴ്സിൽ വരുന്നത് നമ്മൾ ക്ലോത്ത് യൂസ് ചെയ്തിട്ട്, ഫാബ്രിക് യൂസ് ചെയ്തിട്ടാണ്, അതാണ് ഫിൽറ്റേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. അതൊരു ബാഗായിട്ട് അറേഞ്ച്മെൻ്റാണ്, ബാഗ് ഫിൽറ്റേഴ്സായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ആണ് ഫൈബ്രസ് അല്ലെങ്കിൽ ഡീപ്പ് ബെഡ് ഫിൽറ്റേഴ്സ്. അതിൽ ഫൈബ്രസ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ദാറ്റ് ഈസ് മാറ്റ്സ് അല്ലെങ്കിൽ വോൾസ്, സെല്ലുലോസ് ഒക്കെയാണ് നമ്മൾ ഫിൽറ്റേഴ്സായിട്ട്, സെപ്പറേറ്റഡ് ഡിവൈസസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഫാബ്രിക് ഓർ ക്ലോത്ത് ഫിൽറ്റേഴ്സാണ് നമ്മൾ മോസ്റ്റ്ലി കോമൺലി യൂസ് ചെയ്യുന്നത്. സോ അതെന്ന് പറഞ്ഞാൽ ട്യൂബുലാർ ബാഗ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും, ബാഗ് ഹൗസ് അല്ലെങ്കിൽ ബാഗ് ഫിൽറ്റേഴ്സ് എന്ന് പറയും. ഇതിനകത്തേക്ക് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഡേർട്ടി ആയിട്ടുള്ള പൊല്യൂട്ടൻ്റ് അതിനകത്തേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ വോവൺ ആയിട്ടുള്ള ഫാബ്രിക് ആ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ഫിൽട്ടർ ചെയ്യും, എന്നിട്ട് ക്ലീൻ ആയിട്ടുള്ള എയർ അറ്റ്മോസ്ഫിയറിലേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ സ്മോൾ പാർട്ടിക്കിൾസൊക്കെ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഈ ഒരു ഫാബ്രിക്കിനകത്ത് അറ്റാച്ച് ചെയ്തിട്ട് നമുക്കത് ആ ഒരു ബാഗിൽ നിന്ന് നമുക്കതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇറ്റ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് ന്യൂമറസ് വെർട്ടിക്കൽ ബാഗ്സ് ഓഫ് 120 to 400 mm ഡയമീറ്റർ ആൻഡ് 2 to 10 meter ലോങ്. കുറേ ന്യൂമറസ് ആയിട്ടുള്ള വെർട്ടിക്കൽ ബാഗ്സ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി താഴെ നമ്മളൊരു ഹോപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ഡസ്റ്റിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളൊരു ബഫർ പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ എൻ്റർ ചെയ്യുന്ന ഗ്യാസ് ഇതിനകത്തേക്ക് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ലാർജ് പാർട്ടിക്കിൾസൊക്കെ അതിൻ്റെ ഒരു ഗ്രാവിറ്റി എഫക്റ്റ് കാരണം താഴെ നമുക്ക് ഡയറക്റ്റായിട്ട് സെറ്റിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് പിന്നെ ഒരു ഗ്യാസിൻ്റെ കൂടെ ഈ ഒരു ബാഗിനകത്തേക്ക് എൻ്റർ ചെയ്തിട്ട് ബാഗ് ഇതിനെ ഫിൽട്ടർ ചെയ്യുക. വോവൺ ആയിട്ടുള്ള ഈ ഫാബ്രിക് അതിനെ ഫിൽട്ടർ ചെയ്യും. ദെൻ അക്യുമുലേഷൻ ഓഫ് ദീസ് ഡസ്റ്റ് ഇൻക്രീസസ് എയർ റെസിസ്റ്റൻസ് ഓഫ് ദ ഫിൽട്ടർ ആൻഡ് ഹെൻസ് ഫിൽട്ടർ ബാഗ് ഹാവ് ടു ബി പീരിയോഡിക്കലി ക്ലീൻഡ്. ഇങ്ങനെ നമ്മൾ കുറേ ടൈം യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഈ ഒരു ബാഗ്, അതായത് ഈ വോവൺ ആയിട്ടുള്ള ഫാബ്രിക് അതിനകത്ത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് കൂടുതലായിട്ട് അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കുറയും. അപ്പോൾ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക്കായിട്ട് ഈ ഒരു ഫാബ്രിക് ക്ലീൻ ചെയ്യേണ്ടി വരും. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റിമൂവ് പാർട്ടിക്കിൾസ് അപ് ടു 1 micrometer വരെയുള്ള പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 99% എഫിഷ്യൻസി ആയിരിക്കും. സോ ഇതാണൊരു ബാഗ് ഹൗസ് അല്ലെങ്കിൽ ബാഗ് ഫിൽറ്ററിൻ്റെ ഫിഗർ വരുന്നത്. സോ ഇതിനകത്ത് ഫസ്റ്റ് ഡേർട്ടി ആയിട്ടുള്ള ഒരു എയർ ഇതിനകത്ത് ഈ ഒരു സെക്ഷനിലൂടെ എൻ്റർ ചെയ്യും. ദെൻ ഈ ഒരു പ്ലേറ്റിലാണ് ഇത് ബാഫിൾ പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ആ ഒരു വരുന്ന സ്പീഡിൽ ഹൈ വെലോസിറ്റിയിലാണ് ഇതിനകത്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ബാഫിൾ പ്ലേറ്റിനകത്ത് ആ ഒരു ഗ്യാസ് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ ലാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസൊക്കെ ഗ്രാവിറ്റി എഫക്റ്റ് കാരണം താഴെ വന്ന് ഡയറക്റ്റ് സെറ്റിൽ ചെയ്യും. അങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ദെൻ ഇതൊക്കെയാണ് ഈ ഒരു നമ്മൾ പറഞ്ഞ വെർട്ടിക്കലായിട്ട് നമ്മൾ കുറേ ബാഗ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഈ ഒരു ഫിൽറ്റർ ബാഗ്സ്. ആ ഒരു ബാഗിനകത്തേക്ക് പിന്നെ ഈ വരുന്ന എയർ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ ഡസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഇതിനകത്തേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. അപ്പോൾ നമുക്ക് ഡസ്റ്റ് പിന്നെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ പാർട്ടിക്കിൾസ് ഈ ഓരോ ബാഗ്സിനകത്തേക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൻ്റെ പിന്നെ വരുന്ന ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് എഫിഷ്യൻസി കുറഞ്ഞു വരും. കാരണം ഓൾറെഡി അവിടെ കുറേ ഡസ്റ്റ് പാർട്ടിക്കിൾസ് പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മര്യാദയ്ക്ക് ഫിൽറ്റർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് പീരിയോഡിക്കായിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ബാഗ് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യേണ്ടി വരും. ദെൻ അങ്ങനെ നമുക്ക് വീണ്ടും എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ക്ലീൻ ആയിട്ടുള്ള ഗ്യാസ് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്തിട്ട് ഇതിലൂടെ പുറത്തേക്ക് നമുക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിന് വരുന്ന മെയിൻ ഓപ്പറേറ്റിംഗ് പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് വൺ ക്ലീൻ നമ്മൾ പറഞ്ഞു. അതായത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതിനെ എപ്പോഴും കുറേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. കാരണം എഫിഷ്യൻസി കുറഞ്ഞു വരും. കുറേ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആ ഫിൽറ്റേഴ്സിൽ അടിഞ്ഞു കൂടുമ്പോൾ നമുക്ക് പീരിയോഡിക്കായിട്ട് ക്ലീൻ ചെയ്താൽ മാത്രമേ നല്ല എഫിഷ്യൻ്റായിട്ട് നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ റപ്ചർ ഓഫ് ക്ലോത്ത്. നമ്മൾ ക്ലോത്താണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിന് ഫെയിലർ ഉണ്ടാവും, അത് ഇടയ്ക്ക് കേടുവരാം. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും ഈ ഒരു ക്ലോത്ത്, വോൺ ആയിട്ടുള്ള ഫാബ്രിക്. ദെൻ നെക്സ്റ്റ് വൺ ടെമ്പറേച്ചർ. അപ്പോൾ ഹൈലി ടെമ്പറേച്ചറൊക്കെ ആണെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ ഇത് നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വണ്ണാണ് ബ്ലീഡിങ്. ഫൈൻ പാർട്ടിക്കിൾസ് ഈ ഫാബ്രിക്കിനകത്ത് പെനട്രേറ്റ് ചെയ്തിട്ട് ആ ഫാബ്രിക്കിന് എഫക്റ്റ് വരും. അത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതാവും. ദെൻ നെക്സ്റ്റ് വൺ ഹ്യൂമിഡിറ്റി. ഹൈ ഹ്യൂമിഡിറ്റി ഉള്ള ഗ്യാസൊക്കെയാണ് ഫാബ്രിക്കിനെ എഫക്റ്റ് ചെയ്യും. അതുപോലെ കെമിക്കൽസൊക്കെ ഉള്ള ഗ്യാസസ് ആണെങ്കിൽ കെമിക്കലി അത് അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഫാബ്രിക്സിനൊക്കെ ഓപ്പറേഷനെ എഫിഷ്യൻസിനൊക്കെ അത് എഫക്റ്റ് ചെയ്യും.
സോ നെക്സ്റ്റ് ഫിൽറ്റേഴ്സ് ക്ലീനിങ് ആണ്. ഫിൽറ്റേഴ്സ് നമ്മൾ പറഞ്ഞു പാർട്ടിക്കിൾസ് ഈ ഫിൽറ്റർ ബാഗ്സിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ പീരിയോഡിക്കായിട്ട് ക്ലീൻ ചെയ്യേണ്ടതും ഫോർ എഫക്റ്റീവായിട്ടുള്ള വർക്കിങ്ങിന് വേണ്ടിയിട്ട്. സോ ഫിൽറ്റർ ക്ലീനിങ്ങിൽ മെയിൻലി 3 ടൈപ്പ് ക്ലീനിങ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഷെയ്ക്കിംഗ്, സെക്കൻഡ് വൺ റിവേഴ്സ് എയർ ഫ്ലോ, തേർഡ് വൺ പൾസ് ജെറ്റ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ മെക്കാനിക്കൽ ഷേക്കേഴ്സ്. മെക്കാനിക്കൽ ഷേക്കർ ബാഗ് ഹൗസിൽ ട്യൂബുലാർ ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് ബാഗ്സ് ഉണ്ടാവും. അത് നമ്മൾ താഴെ ഒരു സെൽ പ്ലേറ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഈ ബാഗ് ഹൗസ് നമ്മൾ മുകളിലൊരു ഹൊറിസോണ്ടൽ ബീമിൽ നിന്ന് ജസ്റ്റ് സസ്പെൻഡ് ചെയ്ത പോലെ ആയിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ഡേർട്ടി ആയിട്ടുള്ള ഗ്യാസ് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യും. ദെൻ അത് ഈ ഫിൽറ്റേഴ്സിലൂടെ പാസ് ചെയ്തിട്ട് ആ ഫിൽറ്റേഴ്സ് ഈ ഡസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ കളക്ട് ചെയ്യും. ദെൻ ക്ലീൻ ആയിട്ടുള്ള ഗ്യാസ് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ സെൻഡ് ചെയ്യും. ദെൻ ഇതിൻ്റെ ക്ലീനിങ് വരുന്നത്, ഈ ക്ലീനിങ്ങിന് അറേഞ്ച്മെൻറ്റിൽ വരുന്നത്, ഫസ്റ്റ് നമ്മൾ ഈ ടോപ്പിൽ ഹൊറിസോണ്ടൽ ബാറിനകത്തേക്ക് ഷെയ്ക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ആ ഷെയ്ക്കേഴ്സ് ഒരു മോട്ടറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ ഇതിലൊരു വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ കാരണം ഈ ഒരു ഫിൽറ്റർ ബാഗിനൊരു വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ അതിനകത്തേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ നമുക്ക് ആ ഒരു വൈബ്രേഷൻ കാരണം റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സ്മോൾ സൈസ് ആയിട്ടുള്ള ബാഗ് ഫിൽറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് ഹാൻഡ് ഷേക്കർ യൂസ് ചെയ്തിട്ട് തന്നെ ഈ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ലാർജ് ആയിട്ടുള്ള ബാഗ് ഹൗസസ് ഒക്കെ ആണെങ്കിലാണ് നമ്മൾ മോട്ടോറായിട്ടുള്ള മെക്കാനിക്കൽ ഷേക്കേഴ്സ് യൂസ് ചെയ്യുക. സ്മോൾ സൈസാണെങ്കിൽ നമുക്ക് ഹാൻഡ് ഷേക്കർ യൂസ് ചെയ്തിട്ട് തന്നെ പാർട്ടിക്കിൾസിനെ, ഇതിനകത്തുള്ള ബാഗ്സിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ ഇതാണ് ഒരു ഫിൽറ്റർ മെക്കാനിക്കൽ ഷേക്കർ ബാഗ് ഫിൽറ്റർ വരുന്നത്. ഇത് ഇതാണ് വെർട്ടിക്കലായിട്ടുള്ള നമ്മുടെ ഫിൽറ്റർ ബാഗ്സ്. അത് താഴെ ഒരു പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ടോപ്പിൽ ഹൊറിസോണ്ടലായിട്ടുള്ള ഷേക്കേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഷേക്കേഴ്സിൽ നമ്മൾ മോട്ടോർ പ്രൊവൈഡ് ചെയ്യും. ദെൻ അത് കാരണം ഇവിടെ വൈബ്രേഷൻ ഉണ്ടാവും. ആ ഒരു ഫിൽറ്റർ ബാഗിന് വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ അതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ താഴെ ഡെപ്പോസിറ്റ് ചെയ്യും. താഴെ അതിൽ നിന്ന് റിമൂവ് ആയിട്ട് നമുക്ക് താഴെ കളക്ട് ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് ക്ലീനിങ് മെത്തേഡാണ് റിവേഴ്സ് എയർ ഫ്ലോ. റിവേഴ്സ് എയർ ഫ്ലോ ബാഗ് ഹൗസസ് ആണെങ്കിൽ നമ്മൾ പേര് തന്നെ മനസ്സിലാക്കാം, റിവേഴ്സ് എയർ. അപ്പോൾ നമ്മൾ ബാഗ്സ് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ഇതിനകത്തേക്ക് റിവേഴ്സ് ഡയറക്ഷനിൽ എയർ ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് ഇതിനകത്ത് നമ്മൾ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ കളക്ട് ചെയ്യുന്നത്, ഡസ്റ്റിനെ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ദിസ് ബാഗ്സ് ആർ ക്ലീൻ ബൈ ഇഞ്ചെക്റ്റിംഗ് ക്ലീൻ എയർ ഇൻ ടു ദ ഡസ്റ്റ് കളക്ടർ ഇൻ എ റിവേഴ്സ് ഡയറക്ഷൻ വിച്ച് വിൽ പ്രഷറൈസ് ദ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബാഗ് ഫിൽറ്റേഴ്സിനെ തന്നെ നമ്മൾ കമ്പാർട്ട്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റിവേഴ്സ് ഡയറക്ഷനിൽ എയറിനെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ ഒരു ഇതിനകത്ത് പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ അതിനകത്ത് അറ്റാച്ച് ചെയ്യുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിനൊക്കെ ക്രാക്ക് ചെയ്യും. അതായത് കൂടുതൽ ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് നമുക്ക് ആ ഒരു റിവേഴ്സ് എയർ ഫ്ലോ, ആ ഒരു പ്രഷർ കാരണം ആ ഒരു ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ താഴെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ആ ഹോപ്പറിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ഇതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അറ്റ് ദ എൻഡ് ഓഫ് ക്ലീനിങ് സൈക്കിൾ റിവേഴ്സ് എയർ ഫ്ലോ ഈസ് ഡിസ്കണ്ടിന്യൂഡ് ആൻഡ് ദ കമ്പാർട്ട്മെൻറ്റ് ഈസ് റിട്ടേൺ ടു ദ മെയിൻ സ്ട്രീം. അപ്പോൾ ഫുൾ ക്ലീനിങ് കഴിഞ്ഞ ശേഷം നമ്മൾ ആ റിവേഴ്സിൽ നമ്മൾ എയർ ഇഞ്ചെക്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, ആ കമ്പാർട്ട്മെൻറ്റ് പഴയ പൊസിഷനിൽ തന്നെ എത്തും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇതാണ് റിവേഴ്സ് എയർ ഫ്ലോ ടൈപ്പുള്ള ബാഗ് ഫിൽറ്റേഴ്സിൻ്റെ ഫിഗർ. സോ ഇതിനകത്ത് ക്ലീൻ ആയിട്ടുള്ള നമ്മൾ റിവേഴ്സ് ഡയറക്ഷനിൽ ക്ലീൻ ആയിട്ടുള്ള എയർ പാസ് ചെയ്യുന്നത് ഈ ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക്. ഇതൊരു ക്ലീനിങ് സെക്ഷനാണ് ഈ ഒരു സെക്ഷനിൽ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ ഡസ്റ്റ് കളക്ട് ചെയ്യുന്ന പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ കളക്ട് ചെയ്യുന്ന നമ്മൾ ഡേർട്ടി ആയിട്ടുള്ള ഗ്യാസ് ഇതിനകത്ത് എൻ്റർ ചെയ്യുന്നു. ദെൻ ഇതിനകത്ത് ബാഗിലൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ ബാഗ് ഫിൽറ്റേഴ്സ് ഈ പാർട്ടിക്കിൾസിനെ ഫിൽറ്റർ ചെയ്യുന്നു. ക്ലീൻ ആയിട്ടുള്ള ഗ്യാസ് പുറത്തേക്കൂടെ എൻ്റർ ചെയ്യുന്നു. ഈ ഒരു റൈറ്റ് സെക്ഷനിൽ കാണിച്ചിരിക്കുന്നത് സാധാരണ നോർമൽ പ്രോസസ്സാണ്. ലെഫ്റ്റ് സൈഡിലാണ് ക്ലീനിങ്ങിൻ്റെ പ്രോസസ്സ് കാണിച്ചിരിക്കുന്നത്. സോ ഇതിനകത്ത് ക്ലീൻ ആയിട്ടുള്ള നമ്മൾ എയർ റിവേഴ്സ് ഡയറക്ഷനിൽ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നു. അത് ഇതിലുള്ള ഫിൽറ്റേഴ്സിനൂടെ മൂവ് ചെയ്തിട്ട് അപ്പോൾ അതിനകത്ത് ഓൾറെഡി നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു റിവേഴ്സ് ഡയറക്ഷനിൽ ഈ ഒരു നമ്മൾ എയർ ഫ്ലോ ചെയ്യുമ്പോൾ അതിനകത്ത് പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ കാരണം താഴെ നമ്മൾ ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ താഴെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ഹോപ്പറിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ആ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടത്താം, കളക്ട് ചെയ്യാം. ഇവിടെ താഴെ ഹോപ്പറിലൂടെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് റിവേഴ്സ് എയർ ഫ്ലോ യൂസ് ചെയ്തിട്ട് ക്ലീനിങ് പ്രോസസ്സ്.
സോ തേർഡ് ക്ലീനിങ് പ്രോസസ്സാണ് പൾസ് ജെറ്റ്. പൾസ് ജെറ്റ് റിവേഴ്സ് ജെറ്റ് പോലെ തന്നെയാണ് വരുന്നത്. സോ ഇതിനകത്ത് ഇൻഡിവിജ്വൽ ബാഗ്സ് നമ്മൾ ഒരു മെറ്റൽ കേജ് യൂസ് ചെയ്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു മെറ്റൽ കേജ് യൂസ് ചെയ്തിട്ടാണ് ഈ ബാഗിനെ തന്നെ നമ്മൾ ഇൻഡിവിജ്വൽ ബാഗിനെയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഈ ഓരോ വെർട്ടിക്കലായിട്ടുള്ള ബാഗ്സ് നമ്മൾ ഒരു സെൽ പ്ലേറ്റ് ആയിട്ട് ടോപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിനകത്ത് നമ്മൾ സാധാരണ പോലെ തന്നെ ഡേർട്ടി ആയിട്ടുള്ള ഗ്യാസ് എൻ്റർ ചെയ്യും. ദെൻ ഈ ബാഗിൻ്റെ ഫിൽറ്റേഴ്സിനകത്തൂടെ പാസ് ചെയ്തിട്ട് ഔട്ട് സൈഡിലേക്ക് ക്ലീൻ ആയിട്ടുള്ള ഗ്യാസ് സെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ബാഗിനകത്തൂടെ എൻ്റർ ചെയ്യുമ്പോൾ ഈ ബാഗ് ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ഫിൽട്ടർ ചെയ്യും. ഈ മെക്കാനിക്കൽ കേജ് മെയിൻലി നമ്മൾ ഈ ഒരു ബാഗിൻ്റെ കൊളാപ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു പ്രൊട്ടക്ഷനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിൽ ക്ലീനിങ് വരുന്നത് നമ്മൾ ഒരു കംപ്രസ്ഡ് എയർ ഇതിനകത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഫിഗർ വരുന്നത്. അപ്പോൾ ഇതാണ് മെക്കാനിക്കൽ കേജ്. നമ്മൾ ഈ ഓരോ ബാഗിനും മെക്കാനിക്കൽ കേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിന് മുകളിലാണ് നമ്മൾ ഈ ഫാബ്രിക് ആയിട്ടുള്ള മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ഈ ഡേർട്ടി ആയിട്ടുള്ള ഗ്യാസ് ഇതിനകത്ത് എൻ്റർ ചെയ്യും. ദെൻ ഇത് ബാഗ് ഫിൽറ്റേഴ്സ് ബാഗിലൂടെ പുറത്തേക്ക് വരും. അപ്പോൾ ഈ ബാഗ് ഇതിനകത്തുള്ള ഡേർട്ടി ആയിട്ടുള്ള ഗ്യാസിനകത്തുള്ള പാർട്ടിക്കിൾസിനെ ഫിൽട്ടർ ചെയ്യും. ക്ലീൻ ആയിട്ടുള്ള ഗ്യാസ് നമുക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്തുള്ള ക്ലീനിങ് വരുന്നത് ഇതിനകത്ത് നമ്മളൊരു കംപ്രസ്ഡ് എയർ റിവേഴ്സ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും. അപ്പോൾ അതിന് പ്രൊവൈഡ് ചെയ്യുന്ന ട്യൂബാണത് കംപ്രസ്ഡ് എയർ മാനിഫോൾഡ് ട്യൂബ്. ദെൻ അതുപോലെ തന്നെ ഇതാണ് വെഞ്ചുറി നോസിൽസ്. ഈ വെഞ്ചുറി നോസിൽസ് ഈ കംപ്രസ്ഡ് എയറിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ വെഞ്ചുറീസ്. അപ്പോൾ അത് ഇതിനകത്തൂടെ എൻ്റർ ചെയ്തിട്ട് ക്ലീനിങ് ഈ ഇതിനകത്ത് ഉള്ള അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിന് ഈ കംപ്രസ്ഡ് എയർ യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യും. അത് താഴെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ഹോപ്പറിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്ക് താഴത്തെ ഔട്ട്ലെറ്റ് സെക്ഷനിലൂടെ കളക്ട് ചെയ്യാൻ പറ്റും. സോ ഈ റിവേഴ്സ് പൾസ് ജെറ്റ് ഡസ്റ്റ് കളക്ടേഴ്സിനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ കണ്ടിന്യൂസ്ലി ക്ലീൻ ചെയ്യാൻ പറ്റും without interruption of the flow because the burst of compressed air is very small compared with the total volume of the dusty air. അതായത് ഡേർട്ടി ആയിട്ടുള്ള ഗ്യാസ് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്തിട്ട് പാർട്ടിക്കിൾസ് നമ്മൾ റിമൂവ് ചെയ്യുന്നില്ലേ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ റിവേഴ്സ് എയർ പൾസ് ജെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ക്ലീനിങ്ങും കൂടെ നടത്താം. അതായത് ഇതിൻ്റെ കംപ്രസ്ഡ് എയറിന് കാരണമുള്ള എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം ഡേർട്ടി ആയിട്ടുള്ള ഗ്യാസിൻ്റെ ടോട്ടൽ വോളിയത്തിൻ്റെ എഫക്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോൾ ആയിരിക്കും. അത് കാരണം നമുക്ക് രണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി വരുന്നത് നമ്മുടെ ഫാബ്രിക് ഫിൽറ്റേഴ്സിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസാണ്. ഫസ്റ്റ് അഡ്വാൻറ്റേജസ്. ഇറ്റ് ഹാവ് ഹയർ കളക്ഷൻ എഫിഷ്യൻസി ഫോർ സ്മോളർ ദാൻ 10 മൈക്രോമീറ്റർ പാർട്ടിക്കിൾ സൈസ്. പാർട്ടിക്കിൾ സൈസ് 10 മൈക്രോമീറ്റർ സൈസിന് കുറഞ്ഞ പാർട്ടിക്കിൾസിനൊക്കെ നമുക്ക് എഫക്റ്റീവായിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് ഡിക്രീസ് ബിക്കം വിസിബിൾ ഗീയിങ് പ്രീ വാർണിംഗ്. അല്ലെ, നമുക്ക് വിസിബിൾ ആയിരിക്കും എത്രത്തോളം അതിൻ്റെ എഫിഷ്യൻസി ഉണ്ട്, പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതുപോലെ ഫാബ്രിക്കിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഈസിലി ആയിട്ട് വിസിബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്കതിൻ്റെ റിമൂവ് ചെയ്യാനൊക്കെ സാധിക്കും, ക്ലീനിങ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഫാബ്രിക്സിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, റീപ്ലേസ്മെൻറ്റ് ചെയ്യണോ, അതൊക്കെ നമുക്ക് ഈസിലി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിന് നോർമൽ പവർ കൺസംഷൻ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് മോട്ടോഴ്സൊന്നും അധികം വരുന്നില്ല. സോ നോർമൽ പവർ കൺസംഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് ഹൈലി ടെമ്പറേച്ചറായുള്ള ഗ്യാസിനൊന്നും നമുക്ക് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോൾ ഡിവൈസസ് ഒക്കെ വേണ്ടി വരും. അതൊക്കെ എക്സ്ട്രാ കോസ്റ്റാണ്. അപ്പോൾ അതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്. പിന്നെ ഹൈ മെയിൻ്റെനൻസ് ആൻഡ് ഫാബ്രിക് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക്കായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലാണ്. അതുപോലെ ഫാബ്രിക്കിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് റപ്ചർ വരും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെയാണ് കോസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ മറ്റൊരു ഡിവൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ ലാർജ് സൈസ് എക്യുപ്മെൻ്റ് ആണ്. കുറേ ഫിൽറ്റേഴ്സ് അല്ലേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ലാർജ് സൈസ് എക്യുപ്മെൻ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ കെമിക്കൽ അറ്റാക്സ്, ഫാബ്രിക്കിന് നമ്മൾ കെമിക്കൽസ് ഉള്ള ഗ്യാസസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഫാബ്രിക്സിനെ അതൊക്കെ എഫക്റ്റ് ചെയ്യും. നമ്മളവിടെ ഫാബ്രിക്കിൻ്റെ പ്രോബ്ലംസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാബ്രിക് ഈസ് ലയബിൾ ടു കെമിക്കൽ അറ്റാക്ക്. സോ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫാബ്രിക് ഫിൽറ്റേഴ്സ്.